So today I'm going to discuss about our 3 levels of existence. So coming to the first one, that is 3D. 3D അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നമ്മുടെ ലൈഫ് അല്ലെ നമ്മുടെ റിയാലിറ്റി ഇതൊക്കെയാണ് 3D എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ 5 സെൻസസ് വെച്ച് നമ്മൾ ചുറ്റിനും കാണുന്നതും കേൾക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ സെൻസ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ നമുക്കിതിനെ തന്നെ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയാം. കോൺഷ്യസ്ലി നമ്മൾ അവെയർ ആയിട്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ 3D എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് വെരി ലിമിറ്റഡ്. നെക്സ്റ്റ് ലെവൽ ദാറ്റ് ഈസ് 4D. 4D അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയാം. ഓക്കെ, സോ സബ് കോൺഷ്യസ് മൈൻഡിലെ നമ്മുടെ ബിലീഫുകൾ അതൊക്കെയാണ് നമ്മുടെ 4Dയിൽ വരുന്ന കാര്യങ്ങൾ. സോ ഈ ബിലീഫുകൾ എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് കൂടെ ഞാൻ പറയാം. സോ നമ്മൾ ജനിച്ച് വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ പേരൻസ്, ടീച്ചേഴ്സ്, അല്ലെ നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അല്ലെ എൻ്റർടൈൻമെൻറ്റ് എന്ന് വെച്ചാൽ ഫിലിംസിലൂടെയും അങ്ങനെയൊക്കെയാണ് നമുക്ക് ഓരോ ബിലീഫുകൾ ഫോം ചെയ്യുന്നത് അല്ലേ. സോ ഓൾറെഡി ഒരു ബിലീഫ് ഫോം ചെയ്യും, അതിനെ ഒന്നുകൂടെ റീഎൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ഇൻഫ്ലുവൻസ് ആയിരിക്കും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. സോ അതിനുള്ള എക്സ്പ്ലനേഷൻ ഞാൻ ഇപ്പോൾ പറയുന്നതായിരിക്കും, ഹൗ ഇറ്റ് ഹാപ്പൻസ്. ഓക്കെ, സോ 4D എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും അതിലെ ബിലീഫുകളുമാണ്. ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് ലെവൽ ദാറ്റ് ഈസ് 5D. 5Dയിലാണ് നമ്മൾ കളക്റ്റീവ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത്. ഇത് അൺലിമിറ്റഡ് ആണ്. ഇതാണ് നമ്മുടെ ക്വാണ്ടം ഫീൽഡ് എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ 5D ആണ്. എന്ന് വെച്ചാൽ ഇവിടെ അൺലിമിറ്റഡ് പോസിബിലിറ്റീസ് ആണുള്ളത്. ബിക്കോസ് ഇറ്റ്സ് ഒരു ഗോഡ് ഡൈമെൻഷൻ എന്ന് നമുക്ക് പറയാം. പക്ഷേ എവറിത്തിങ് ഈസ് പോസിബിൾ ഇൻ ദിസ് ലെവൽ, അൺലിമിറ്റഡ്, റൈറ്റ്? എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയുന്ന ആൾ ഇവിടെ ഒരു ലൈഫ് കോച്ച് ആവാം, അല്ലെങ്കിൽ ഇവിടെ ഞാനൊരു ഫാർമസിസ്റ്റ് ആവാം, ഞാൻ ഭയങ്കര സക്സസ്ഫുൾ ആവാം, ഞാൻ ഭയങ്കര അൺഹെൽത്തി ആവാം, ഹെൽത്തി ആവാം, ലക്കി ആവാം, അൺലക്കി ആവാം. n നമ്പേഴ്സ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ആണ് ഈ 5Dയിലുള്ളത്. എവറി മിനിറ്റിൽ ഈ മേളിലുള്ള ഏതെങ്കിലും ഒരു പോസിബിലിറ്റിയാണ് നമ്മുടെ ഈ 3Dയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഹൗ ഇറ്റ് ഹാപ്പൻസ്? എന്തിൻ്റെ ബേസിസിലാണ് നമ്മുടെ ഈ 5D എന്നുള്ള ഈ പോസിബിലിറ്റീസ് വരുന്നത്? ബേസ്ഡ് ഓൺ അവർ സബ് കോൺഷ്യസ് ബിലീഫ്സ്. നമ്മുടെ ബിലീഫിനനുസരിച്ചുള്ള ഒരു പോസിബിലിറ്റി ആയിരിക്കും ഇവിടെ നമ്മുടെ 3Dയിലോട്ട് മാറ്ററായിട്ട് വരുന്നത്. ഐ ഹോപ്പ് ഓൾ ഗോട്ട് ഇറ്റ്. സോ നിങ്ങളുടെ ലൈഫിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും, മേ ബി യു ആർ പുവർ, മേ ബി യു ആർ അൺഹെൽത്തി, അല്ലെങ്കിൽ മേ ബി യു ആർ നോട്ട് സക്സസ്ഫുൾ ആസ് യു തോട്ട്. സോ എവിടെയാണ് യു ഹാവ് ടു ചേഞ്ച് ദ തിങ് ഇൻ ബിലീഫ്സ്. കാരണം നിങ്ങളുടെ ഇപ്പോഴുള്ള ബിലീഫിനനുസരിച്ചുള്ള ഏതോ ഒരു റിയാലിറ്റിയാണ്, ആ ബിലീഫായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു പോസിബിലിറ്റിയാണ് നിങ്ങളുടെ ഇപ്പം 3Dയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ ദിസ് 3D എന്ന് പറയുന്നതാണ് നമ്മുടെ റിഫ്ലക്ഷൻ. ഇറ്റ്സ് ജസ്റ്റ് എ റിഫ്ലക്ഷൻ ഓഫ് ദ ഇമേജ്. ഇമേജ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഇമേജ്. സോ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ആ ഒരു ഇമേജിൻ്റെ റിഫ്ലക്ഷൻ മാത്രമാണ് നമ്മൾ 3Dയിൽ റിയാലിറ്റി ആയിട്ട് കാണുന്നത്. സോ ഈ ഇമേജിനനുസരിച്ചുള്ള കാര്യമാണ് നമ്മുടെ ഈ 5D നിന്ന് നമുക്ക് 3Dയിലോട്ട് എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ എന്ത് ബിലീഫാണോ നമ്മൾ കീപ്പ് ചെയ്യുന്നത് ആ കാര്യങ്ങൾ തന്നെ നമ്മുടെ ലൈഫിൽ പിന്നെയും പിന്നെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. സോ ദാറ്റ് ആ ബിലീഫ് സ്ട്രോങ്ങർ ആയിക്കൊണ്ടിരിക്കും. ഇറ്റ് ബിക്കം സ്ട്രോങ്ങർ അല്ല, ഒരു പ്രൂഫ് പിന്നെയും നമുക്ക് കണ്ടുകൊണ്ടിരിക്കും അല്ല. അപ്പോൾ സോ ചിലപ്പം നിങ്ങളുടെ ഒരു വിചാരം യു ആർ വെരി അൺലക്കി ആൻഡ് ഓൾ, എപ്പോഴും നിങ്ങൾ അൺലക്കി ആണെന്ന് വിചാരിക്കുന്ന ആളാണെങ്കിൽ, കാരണം ആ ബിലീഫാണ് നിങ്ങൾക്കുള്ളത്. സോ ആ പോസിബിലിറ്റി, നിങ്ങൾ അൺലക്കി ആയിട്ടുള്ള പോസിബിലിറ്റി ഏതാണോ അതായിരിക്കും എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ 3Dയിലോട്ട് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഹാവ് എ ലുക്ക് ഓൺ യുവർ 3D ലൈഫ്.
നിങ്ങളുടെ 3D ലൈഫിൽ ഹാവ് എ ലുക്ക് സോ യു വിൽ അണ്ടർസ്റ്റാൻഡ് വിച്ച് ബിലീവ്സ് യു ഹാവ് ടു ചേഞ്ച്.